നമസ്കാരം. കേരളം കണ്ട ഏറ്റവും ശക്തനും എന്നാൽ സൗമ്യനുമായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ. കുഞ്ഞുഞ്ഞിൻ്റെ ഓർമ്മകൾക്ക് 1 വയസ്സ്. രാഷ്ട്രീയ ഭേദമന്യേ കേരള ജനത നെഞ്ചേറ്റിയ പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കേരളം ഒന്നടങ്കം കണ്ണീർ വാർത്തു. ഹൃദയം തകർന്ന് ഉറക്ക വിളിച്ചു, കണ്ണേ കരളേ കുഞ്ഞുഞ്ഞേ എന്ന്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികാചരണം വിപുലമായ അനുസ്മരണ ചടങ്ങുകളോടെയും ജീവകാരുണ്യ പദ്ധതികളോടെയും ആരംഭിക്കും. ഓഗസ്റ്റ് 26 വരെ സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികളാണ് വിവിധ സംഘടനകളുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനായിരിക്കും. പുതുപ്പള്ളിയിൽ പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഖബറത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഓഫീസ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. മാമൻ മാപ്പിള ഹാളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന പേരിൽ വിവിധ പരിപാടികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റി മറിയാമ്മ ഉമ്മൻ അറിയിച്ചു. നാളെ കോട്ടയം ജില്ലയിൽ താമസിക്കുന്ന നിർധന കുടുംബത്തിന്റെ ബാങ്ക് ബാധ്യതകൾ മുഴുവൻ തീർത്ത് ആധാരം തിരികെ എടുത്ത് കൊടുക്കും. ജൂലൈ 20 ശനി രാവിലെ 9 മണി മുതൽ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി കോളനിയിൽ രാജഗിരി ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ജൂലൈ 21 ഞായർ പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ച് ശാന്തിഗിരി ആയുർവേദ ആശുപത്രിയുമായി സഹകരിച്ച് രാവിലെ 10 മണി മുതൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കും. K. മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ജൂലൈ 28 ഞായർ ആലപ്പുഴയിൽ പോളിടെക്നിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ട്രസ്റ്റിന്റെ വക പഠനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകും. ഓഗസ്റ്റ് 3 ശനി രാവിലെ 9:30 മുതൽ അട്ടപ്പാടി സെയിന്റ് തോമസ് ആശ്രമവും ബാലഭവനും സന്ദർശിക്കുകയും കുട്ടികൾക്കൊപ്പം ഒരു ദിവസം ചിലവിടുകയും ചെയ്യും. മലങ്കര ഓർത്തഡോക്സ് സഭ മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഗീവർഗീസ് മാർ പാക്കോ മിയോസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഓഗസ്റ്റ് 4 ഞായർ രാവിലെ 11 മണി മുതൽ കോട്ടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ കോളേജിൽ വെച്ച് ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ്, അട്ടപ്പാടി നന്മ കൂട്ടായ്മ എന്നിവയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം കൈലാഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനവും 18-ാം തീയതി നാളെ നടക്കും. പുതുപ്പള്ളി സെയിന്റ് ജോർജ് വലിയ പള്ളിയിൽ 18-ാം തീയതി രാവിലെ കല്ലറയിലും വീടുകളിലും പ്രാർത്ഥനയും നടക്കും. പുതുപ്പള്ളി പള്ളി ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് ചേരുന്ന അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനായിരിക്കും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്വാമി മോക്ഷവ്രതാനന്ദ, എഴുത്തുകാരൻ പെരുമ്പടവം ശ്രീധരൻ, കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി KJ ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം ഗവർണർ നിർവഹിക്കും. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ 1000 വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സമ്മേളനത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും. സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികളാണ് വിവിധ സംഘടനകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അനുസ്മരിച്ചുകൊണ്ട് പ്രമുഖർ പലയിടങ്ങളിലായി പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന് തീരാ നഷ്ടം തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗം എന്ന് ഓർമ്മിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ചടങ്ങുകളിൽ പങ്കെടുക്കും.